വിമാനത്തിലെ പ്രതിഷേധം ഗൂഢാലോചനയാണോ എന്ന ചോദ്യത്തിനെതിരെ സഭയിൽ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിനെതിരായ ദുരാരോപണങ്ങൾ നക്ഷത്ര ചിഹ്നമുള്ള വിഭാഗത്തിൽ നിലനിർത്തുന്നുവെന്നായിരുന്നു ആരോപണം. ഇത് അങ്ങയുടെ റൂളിംഗിന് വിരുദ്ധമായ ഈ ചോദ്യം സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഫ്ലോറിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഉപചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ല, ഞങ്ങൾ ആ ചോദ്യം ബഹിഷ്കരിക്കുകയാണ്. എന്നാൽ ഈ ചോദ്യം ഒഴിവാക്കാൻ നിവർത്തിയില്ലെന്നും അടുത്ത സമ്മേളനം മുതൽ ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൽ കർശന മാനദണ്ഡം നടപ്പാക്കുമെന്നുമായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ വിമാനത്താവളത്തിലെ പ്രതിഷേധത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നത് CPM നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ അക്കാര്യം പറയുന്നു. അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന കാര്യം പറയുന്നു. ഏത് തരത്തിലുള്ള ഇടപെടൽ, നേതാക്കളുടെ പേരുകളോ അങ്ങനെ എന്തെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ഉണ്ടായിട്ടുള്ളത്? രേണുക, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായാണ് ഇത് വന്നത്. ചോദ്യോത്തരവേളയുടെ ആദ്യ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ രംഗത്തെത്തി. ദുരാരോപണമാണ് ഈ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത്. നേരത്തെയുള്ള സ്പീക്കറുടെ റൂളിംഗിന് വിരുദ്ധമാണ് ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ ചോദ്യം ഒഴിവാക്കണമെന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം സഭയിൽ കൈക്കൊണ്ടത്. എന്നാൽ ചോദ്യം ഒഴിവാക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ പറയുകയായിരുന്നു. ട്രഷറി ബെഞ്ചിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നത്. VK പ്രശാന്താണ് ഈ ചോദ്യം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി അതിൽ ചോദ്യത്തിന് സഭയിൽ മറുപടി നൽകുകയും ചെയ്തു. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ പ്രതിഷേധത്തിന് പിന്നിൽ പങ്കുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 4 പ്രതികളാണുള്ളത്. സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇതിലെ പ്രതികളായിട്ടുള്ളത്. ഇത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് കാക്കനാട് തനിക്ക് നേരെ നടന്ന പ്രതിഷേധം, അവിടെ കരിങ്കൊടി പ്രതിഷേധമാണ് നടന്നത്. ആ സംഭവത്തിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന കാര്യം മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഏതായിരുന്നാലും സ്പീക്കർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ദുരാരോപണങ്ങളും അതോടൊപ്പം തന്നെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും ചോദ്യമായി ഉന്നയിക്കരുത്. അടുത്ത സഭാ സമ്മേളനം മുതൽ കൃത്യമായി ചോദ്യങ്ങൾ സ്ക്രീൻ ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകൂ എന്ന കാര്യം സ്പീക്കർ വ്യക്തമാക്കി. അതേസമയം ഈ ചോദ്യത്തിന് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനുണ്ട്. അതിന്ന് പ്രതിപക്ഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം ഈ ചോദ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദുരാരോപണമാണ്. അതുകൊണ്ട് തന്നെ ഉപചോദ്യങ്ങളുമായി തങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. രേണുക, വിനോദ്, ചർച്ചയിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷം. സ്പീക്കറുടെ വിശദീകരണത്തിൽ പ്രതിപക്ഷം തൃപ്തരായോ? മറ്റൊന്ന്, ഈ സഭയിലെ നടപടിക്രമങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുടെ പ്രസക്തി എന്തൊക്കെയാണ്? രേണുക, സ്വാഭാവികമായും ഇതിനു മുമ്പ് തന്നെ വ്യക്തമായ കാര്യമാണ്. വലിയതുറ പോലീസ് ഇതിൽ കേസെടുക്കുകയും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കണ്ണൂർ റൂറൽ SPക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ട്, കണ്ണൂർ ക്രൈംബ്രാഞ്ച് SPക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതായിരുന്നാലും നേരത്തെ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ FIRൽ പറഞ്ഞ കാര്യങ്ങൾ അതുതന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചതും. 4 പ്രതികളാണുള്ളത്. ഫർസിൻ മജീദ് ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2 പ്രതിഷേധങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ നടന്നത്. വിമാനത്തിനുള്ളിലെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ കാക്കനാട്ട് നടന്ന കരിങ്കൊടി പ്രതിഷേധം. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഉള്ളത്. ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം ഇന്ന് രേഖാമൂലം അല്ലെങ്കിൽ സഭയെ മുഖ്യമന്ത്രി വാക്കാൽ അറിയിക്കുകയായിരുന്നു. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമാണ്. സ്വാഭാവികമായും അതിന് മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെയും നേരിട്ട് സഭയിൽ മറുപടി നൽകുന്ന കാര്യമാണ്. രേഖാമൂലം ഉള്ള ഒരു മറുപടിയല്ല, മറിച്ച് വാക്കാൽ നൽകുന്ന ഒരു മറുപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദുരാരോപണമാണ്. ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ അത് സ്പീക്കറുടെ മുൻ റൂളിങ്ങുകൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഒഴിവാക്കണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് എന്നാൽ സ്പീക്കർ നിരസിച്ചു. പക്ഷേ സ്പീക്കർ വ്യക്തമാക്കിയത് അടുത്ത സഭാ സമ്മേളനം മുതൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഈ ദുരാരോപണങ്ങളോ ഊഹാപോഹങ്ങൾ, മറ്റ് തരത്തിലുള്ള ആരോപണങ്ങൾ, വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെയും ചോദ്യത്തിൽ കടന്നു വരാതിരിക്കാനുള്ള നടപടി സഭയുടെ ചെയറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. EP ജയരാജനുമായി ബന്ധപ്പെട്ട EP ജയരാജനെ വധിക്കാൻ K. സുധാകരൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട ചോദ്യവും നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി വന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി K. സുധാകരന്റെ മുൻ ഡ്രൈവർ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. EP ജയരാജനെ വധിക്കാൻ K. സുധാകരൻ ഗൂഢാലോചന നടത്തി എന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. രേണുക, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.